എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 3, 2024 നവരാത്രിയുടെ 1-ാം ദിവസം. തുടർച്ചയായ 10 ദിവസങ്ങളിലെ ഓരോ ദിവസവും ഓരോ ദേവിമാരുടെ ദിവ്യരൂപത്തിൽ ആദിശക്തിയെ മനസ്സിൽ ധ്യാനിച്ച് പൂജിച്ച് തൊഴുത് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദുരിതങ്ങളെല്ലാം മാറും. ദേവിയുടെ അനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യങ്ങളും സിദ്ധിക്കും. ആരോഗ്യപ്രദായിനിയായ ശ്രീ കാളിദേവിയാണ് 1-ാം ദിവസം പൂജിക്കുന്നത്. മഹിഷാസുരനോട് ദേവി ഉര ചെയ്തു. ഹേ മഹിഷാസുര, സാധുക്കൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഞാൻ അവതാരം കൈക്കൊള്ളുന്നു. രൂപമില്ലാത്ത എനിക്ക് രൂപവും പിറവിയേറ്റ എനിക്ക് ജന്മവും അമരന്മാരെ കാക്കുന്നതിനായിട്ടാണ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുക. അസുരനോട് പറഞ്ഞ ഈ വാക്കുകൾ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് സംശയിക്കുന്നവരുടെ അന്ധകാരത്തെ അകറ്റാൻ ദേവി നൽകിയ അരുളപ്പാടായും കാണാം. എല്ലാ കാലത്തും നമ്മെ കാത്തുരക്ഷിക്കുന്ന ശക്തിയാണ് കാളി. ഭദ്രം എന്നാൽ രക്ഷ, നന്മ എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് ദേവിയെ ഭദ്രകാളി അഥവാ സർവ്വനന്മകളുമേകുന്ന രക്ഷകയായി വാഴ്ത്തുന്നു. അവൾ വസിക്കുന്ന ശ്മശാനം നമ്മൾ ഇവിടെ കാണുന്ന ശ്മശാനമല്ല. മഹാപ്രളയകാലത്ത് എല്ലാ ജീവനുകളും ഒടുങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ അവൾ ഒരുവൾ മാത്രമാണ് ആദിശക്തിയെന്ന് ഉണർത്തുന്നതാണ്. സകല ഭൂതങ്ങളെയും തന്നിൽ അടക്കിവെച്ച അവസ്ഥയിൽ കാളി എന്ന് ദേവി വാഴ്ത്തപ്പെടുന്നു. അവൾ എല്ലാ യുഗങ്ങളിലും നമുക്ക് നന്മ പ്രദാനം ചെയ്യുന്നു ഉണ്ടെങ്കിലും കലികാലത്തിൽ ഉന്നത ഫലങ്ങൾ നൽകുന്നവളായി വിളങ്ങുന്നു. ഭയപ്പെടേണ്ട, ഞാൻ അഭയമേകാം എന്ന് പറഞ്ഞ് കാളി തൻ്റെ ഭക്തരെ ഭയത്തിൽ നിന്നും മുക്തരാക്കുന്നു. വിഘ്നേശ്വരൻ, ഇന്ദ്രൻ, പരശുരാമൻ, ഗംഗ, ലക്ഷ്മി, സൂര്യൻ, ചന്ദ്രൻ, രാവണൻ, കുബേരൻ, വായു, ഗുരു, ശുക്രൻ, ഹനുമാൻ എന്നിങ്ങനെ പല ദേവതാശക്തികളും കാളി ഉപാസകരാണെന്ന് കാളി കൽപ്പതരു എന്ന ജ്ഞാനഗ്രന്ഥത്തിൽ പറയുന്നു. കാളിയെ ആരാധിക്കുന്നവർ ദീർഘായുസ്സ്, ആരോഗ്യം, ഐശ്വര്യം, ബലം, പുഷ്ടി, കീർത്തി, ഭോഗമോക്ഷം തുടങ്ങിയ ഉന്നത ഫലങ്ങൾ നേടുന്നു. ശ്രീകാളിയുടെ അനുഗ്രഹത്താൽ ബ്രഹ്മജ്ഞാനം ഉണ്ടാവുന്നു. കാളി ഉപാസകൻ പുണ്യശാലിയും കുലം വളർത്തുന്ന സൽപുത്രനുമായി തീരുന്നു. അവൻ ജീവൻ മുക്തനായി വിളങ്ങുന്നു. കാളിയെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെടാതെ നമ്മെ ഭയത്തിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന ശക്തിയാണ് കാളി എന്ന പൂർണ്ണ വിശ്വാസത്തോടെ കാളി ഗായത്രി നിത്യവും ജപിക്കണം. ശ്രീ കാളി ഗായത്രി. ഓം കാളികായൈ വിദ്മഹേ ശ്മശാനവാസിന്യൈ ധീമഹി തന്നോ ഘോര പ്രചോദയാത്.